ഇന്നൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. കറികളൊക്കെ ഇന്നലത്തതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഏട്ടൻ ഞണ്ട് വാങ്ങിയിട്ട് വരുന്നു. ഞങ്ങൾ പിന്നെ പോവാൻ റെഡി ആവുന്നതുകൊണ്ട് തന്നെ ആൾ തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിലൊരു ഞണ്ട് റോസ്റ്റ് അങ്ങ് റെഡിയാക്കി. ഉണ്ണിക്കുട്ടൻ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു. വീടിനടുത്തുണ്ടായിരുന്ന കല്യാണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ റെഡിയാവാൻ തുടങ്ങി കേട്ടോ. ഒരു പനിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഉയർത്തെണീറ്റ് വരുമ്പോഴാണ് ഈ ഒരു കല്യാണം. ശരിക്കും പോവാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കല്യാണം ആയതുകൊണ്ടാണ് പോണത് തന്നെ. ഞാനും അമ്മയും റെഡിയായി. ഞങ്ങൾ കല്യാണത്തിന് നേരെ പോയി. അത്യാവശ്യം തിരക്കുള്ളൊരു ടൈമിൽ തന്നെയാണ് കയറി ചെന്നത്. ഇതാണ് കേട്ടോ കല്യാണ ചെക്കൻ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇത്താടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ ഇത്. പെണ്ണ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവരുടെ എന്തൊക്കെയൊക്കെയോ ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് പെണ്ണ് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. രാത്രി ഫുഡിന് കുറച്ച് കറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ തട്ടിക്കൂട്ടൊരു മുട്ടച്ചോറ് അങ്ങ് ഉണ്ടാക്കി. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. കറികളൊക്കെ കുറവുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ വേറെ കറി വെക്കാനൊന്നും നിൽക്കാറില്ല, ഒരു നേരമൊക്കെ ആണെങ്കിൽ. അപ്പോൾ പിന്നെ ഇങ്ങനെ തക്കാളിച്ചോറോ ഉള്ളിച്ചോറോ മുട്ടച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ മുട്ടച്ചോറും ഏട്ടൻ്റെ ഞണ്ട് റോസ്റ്റും ആണ് കേട്ടോ. ഉണ്ണിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടത്തോടെ ഉണ്ടാക്കി കൊടുത്താൽ അവനത് കഴിച്ചോളും. നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.